Subassembly കമ്പോസറിന്റെ പാർട്ട് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമുക്ക് ഈ അഡ്വാൻസ്ഡ് ജിയോമെട്രിയിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ജിയോമെട്രികൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഇന്റർസെക്ഷൻ പോയിന്റ്. അപ്പോൾ ഇന്റർസെക്ഷൻ പോയിന്റ് ഞാൻ ഇവിടുന്ന് ഡ്രാഗ് ചെയ്യുന്നു, ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. അതിനുശേഷം പോയിന്റ് നമ്പർ, ഈ ഇന്റർസെക്ഷന്റെ പോയിന്റ് നമ്പർ P5. അതിനുശേഷം ഈ പോയിന്റ് ജിയോമെട്രി ടൈപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പിൽ നമുക്ക് ഒരു 3 ടൈപ്പ് കാണാൻ പറ്റും. ഇന്റർസെക്ഷൻ, ലിങ്ക്, പോയിന്റ്, സ്ലോപ്പ്. ഇപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ടൈപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ലിങ്ക്, ഈ ലിങ്ക് എന്നുള്ളത് L4 കൊടുക്കുന്നു. പോയിന്റ് എന്നുള്ളത് നമുക്ക് P2 കൊടുക്കാം. അതിനുശേഷം ഈ എക്സ്റ്റൻഡഡ് ലിങ്ക് എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം സ്ലോപ്പ്, ഇവിടെ സ്ലോപ്പ് നമുക്കൊരു -0.4 കൊടുക്കാം. അതിനുശേഷം എക്സ്റ്റൻഡഡ് സ്ലോപ്പ് എന്നുള്ള ഇതുകൂടെ ടിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, അതായത് ഈ ലിങ്കിൽ നിന്ന് P2 ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഈ P5 എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ട് ഇതിനെ ലിങ്ക് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് പോയിന്റ് P2 ആൻഡ് എൻഡ് പോയിന്റ് P5 കണ്ടില്ലേ. അതുപോലെ വീണ്ടും നമുക്കൊരു ലിങ്ക് എടുത്തതിന് ശേഷം ഇവിടെ P5 ആൻഡ് P3. അപ്പോൾ നമ്മൾ റോഡിന് ഷോൾഡർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇന്റർസെക്ഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഇന്റർസെക്ഷനിലെ മറ്റൊരു ടൈപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ടൈപ്പിൽ ഇവിടെ 2 ലിങ്ക്സ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഈ 2 ലിങ്ക്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലിങ്ക് 1ൽ നമുക്ക് L3 എന്ന് കൊടുക്കാം, ലിങ്ക് 2ൽ L2 എന്ന് കൊടുക്കാം. അതിനുശേഷം ഈ എക്സ്റ്റൻഡഡ് ലിങ്ക് 1 ആൻഡ് എക്സ്റ്റൻഡഡ് ലിങ്ക് 2 എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ആ ഒരു പോയിന്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലിങ്ക് വെച്ചിട്ട് അതും നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ P2 ആൻഡ് P5, P3 ആൻഡ് P5 കണ്ടില്ലേ. അപ്പോൾ ഈ 2 ലിങ്കും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഇത്. അപ്പോൾ അടുത്തായിട്ട് മറ്റൊരു ടൈപ്പ് നോക്കാം. ഇവിടെ 2 പോയിന്റ്സ് സ്ലോപ്പ്, അതായത് നമുക്ക് P2ൽ നിന്നും P3യിൽ നിന്നും സ്ലോപ്പ് കൊടുത്തിട്ട് എങ്ങനെ ആ 2 പോയിന്റ്സ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പോയിന്റ് 1ലേക്ക് വന്നു. ഇവിടെ പോയിന്റ് 1 എന്നുള്ളത് P2 കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ഇപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ -0.5 എന്ന് കൊടുക്കാം, 0.5 എന്ന് കൊടുക്കാം. അതിനുശേഷം പോയിന്റ് 2, ഈ പോയിന്റ് 2 എന്നുള്ളത് നമുക്ക് P3 സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ പോയിന്റ് 1 കൊടുക്കാം. അതിനുശേഷം ഇവിടെ എക്സ്റ്റെൻഡ് സ്ലോപ്പ് 1 ആൻഡ് 2, ഇനി നമുക്ക് P3 കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ എക്സ്റ്റെൻഡ് സ്ലോപ്പിൽ ഈ റിവേഴ്സ് സ്ലോപ്പ് എന്നുള്ളത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇത് കാണാം. നമ്മൾ P2 എന്നുള്ള സ്ലോപ്പ് കൊടുത്തു, P3 എന്നുള്ള സ്ലോപ്പ് കൊടുത്തു. അപ്പോൾ ആ സ്ലോപ്പ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഈ P5. ഇനി അടുത്തായിട്ട് നമുക്കൊരു എങ്ങനെയാണ് ഈ കർവ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കർവ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തു, ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഈ ക്രിയേഷൻ ടൈപ്പിൽ നമുക്ക് ആർക്ക് ജനറൽ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് പോയിന്റ് ഞാൻ P2 കൊടുക്കുന്നു, സെന്റർ പോയിന്റ് P3 കൊടുക്കുന്നു, എൻഡ് പോയിന്റ് വീണ്ടും P2 കൊടുക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ അതായത് P2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഈ P3 ആണ്, ഈ P2ലേക്ക് തന്നെ എൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് ഈ ആർക്ക് ടെസ്ലേഷനിൽ
നമുക്ക് ഇവിടെ ഇതിൻ്റെ വാല്യൂസ് കൂട്ടി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും 1 2 3 4 5 6 7 8. അപ്പോൾ 8 എണ്ണമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ 20 കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലൊരു സർക്കിളായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ എത്ര നമ്മളിത് ഇവിടെ കൂട്ടി കൊടുക്കുന്നു അതിനനുസരിച്ചിട്ട് ഇവിടെ ആ കർവ് സ്മൂത്ത് ആയിട്ട് വരും. അപ്പോൾ അതിനുശേഷം നമുക്ക് മറ്റൊരു കർവ് നോക്കാം. ഇവിടെ ആർക്കിൽ 3 പോയിന്റ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് പോയിന്റ് P2 കൊടുക്കുന്നു. അതിനുശേഷം ഈ ആർക്ക് പോയിന്റ് എന്നുള്ളത് P3 കൊടുക്കുന്നു. എൻഡ് പോയിന്റ് എന്നുള്ളത് P4 കൊടുക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ P2 ആൻഡ് P3 ആൻഡ് P4 വെച്ചിട്ട് നമുക്കൊരു ആർക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതിന് കുറച്ച് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 30 കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ആ ഒരു ആർക്ക് സ്മൂത്തായി. നമുക്കൊരു മറ്റൊരു ടൈപ്പ് ആർക്ക് കൂടെ ക്രിയേറ്റ് ചെയ്യാം. പരബോള ജനറൽ. ഞാനിവിടെ P2 ആൻഡ് P3 കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ഡിസ്റ്റൻസ് കൊടുക്കാം. ഇവിടെ നമുക്ക് 10 എന്ന് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഒരു പരബോള ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ പരബോള ഇവിടെ 2 എന്ന് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. ഇപ്പോൾ വീണ്ടും നമുക്ക് 3 എന്ന് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇപ്പോൾ 1 2 3. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കർവിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇനി നമുക്ക് ഇതിനടുത്തായിട്ട് നമുക്ക് ഓഫ്സെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് കൊടുക്കാം. അപ്പോൾ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് -2 എന്നാണ്. ഓഫ്സെറ്റ് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഏത് ലിങ്കിൽ നിന്നാണ് ഓഫ്സെറ്റ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു 2 മീറ്ററിൽ ഒരു ഓഫ്സെറ്റ് ക്രിയേറ്റ് ആയി. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയൊക്കെയാണ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഈ പോയിന്റ് 1 എന്നുള്ള സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ പോയിന്റ് കോഡ് ഇവിടെ നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. ഇത് വേവ് 1. അതിനുശേഷം കോഡിൽ വരിക. ഇവിടെ ഈ കോഡ് ടിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മൾ കൊടുത്ത ആ ഒരു കോഡ് ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ നമുക്കിപ്പോൾ ഈ ലിങ്ക് 2-ന് നമുക്കൊരു കോഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. അതിനുശേഷം ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. സബ് ബേസ് കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ഈ കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതെന്തൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ മെൻഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. ഇപ്പോൾ ഈ ഇൻ്റർസെക്ഷൻ പോയിന്റും കർവും ഒക്കെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾ ഇത് ചെയ്ത് തന്നെ മനസ്സിലാക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈ സൂപ്പർ എലിവേഷൻ എങ്ങനെയാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുശേഷം ഈ സൂപ്പർ എലിവേഷൻ്റെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് എങ്ങനെയാണ് സിവിൽ 3Dയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതെന്നും അതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു കോറിഡോർ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ അടുത്തൊരു വീഡിയോയിലൂടെ ചെയ്യാം.